ഇന്ത്യൻസ് നായകൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻ സ്ഥാനം രോഹിത് ശർമ്മയ്ക്ക് കൈമാറേണ്ടി വരുമെന്ന് മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി. IPLൽ മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായി 3 തോൽവികൾ വഴങ്ങിയതിനു പിന്നാലെയാണ് മനോജ് തിവാരിയുടെ പ്രവചനം. എൻ്റെ അറിവിൽ മുംബൈ ടീം മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മടി കാണിക്കാറില്ല. അതുകൊണ്ടാണ് അവർ ഗുജറാത്തിൽ നിന്ന് ഹർദിക്കിനെ തിരിച്ചെത്തിച്ചതും 5 IPL കിരീടങ്ങൾ സ്വന്തമാക്കിയ രോഹിത്തിനെ മാറ്റി ക്യാപ്റ്റൻ സ്ഥാനം ഹാർദിക്കിന് കൈമാറിയതും. ടീമിൻ്റെ ക്യാപ്റ്റനെ മാറ്റുക എന്നത് വലിയ തീരുമാനമാണ്. എന്നിട്ടും ഈ സീസണിൽ ഒറ്റ വിജയം പോലും നേടാൻ മുംബൈക്കായിട്ടില്ല. ക്യാപ്റ്റൻസി നന്നായിട്ടും സീസണിലെ 3 കളികളിലും നിർഭാഗ്യം കൊണ്ട് തോറ്റതൊന്നുമല്ല മുംബൈ ഇന്ത്യൻസ്. തോറ്റ കളികളിലൊന്നും ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയും അത്ര മഹത്തരമൊന്നും ആയിരുന്നില്ലെന്നും മനോജ് തിവാരി ക്രിക്കറ്റ് ബസ്സിലെ ചർച്ചയിൽ പറഞ്ഞു. സീസണിലെ ആദ്യ 3 കളികളും തോറ്റ മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. തോൽവിക്ക് പുറമെ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയെ അംഗീകരിക്കാൻ മടി കാണിക്കുന്ന മുംബൈ ഫാൻസ് ഹാർദിക്കിനെ കൂവുകയും രോഹിത് സ്റ്റാൻഡ് ഉയർത്തുകയും ചെയ്യുന്നതാണ് മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റിന്റെ മറ്റൊരു തലവേദന. ചെന്നൈ സൂപ്പർ കിങ്സ് നായകസ്ഥാനം രവീന്ദ്ര ജഡേജയ്ക്ക് കൈമാറിയ MS ധോണി സീസണിലെ ആദ്യ 7 കളികളിലെ മോശം പ്രകടനത്തെ തുടർന്ന് പാതി വഴിക്ക് ക്യാപ്റ്റൻ സ്ഥാനം തിരിച്ചെടുത്തിരുന്നു. അതുപോലെ ഹാർദിക്കിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം തിരിച്ചെടുക്കുമോ മുംബൈ മാനേജ്മെന്റ് എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്.